എടാ ഇത്ര കാലമായി കണ്ടിട്ട് നീ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നേ? അവസാനം കണ്ടപ്പോ എനിക്ക് തോന്നുന്നു എൻട്രൻസ് കോച്ചിങ്ങിന് പോവായിരുന്നു അല്ലെ? എന്നിട്ട് എന്തൊക്കെയാണ് ഇപ്പം വിശേഷങ്ങള്? എൻട്രൻസ് കിട്ടിയില്ല, അതുകൊണ്ട് ഇപ്പൊ എന്താ BSc നഴ്സിംഗിന് ചേർന്നു, ഇപ്പൊ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അതിപ്പം ഡോക്ടർ ആയാലും നേഴ്സ് ആയാലും ഒരേ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ വർക്ക് ചെയ്യേണ്ടത്. രണ്ടായാലും നമുക്ക് സാധാരണക്കാരായിട്ടുള്ള പേഷ്യൻസിനൊക്കെ സഹായിക്കാനും പറ്റും. സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇതിനെ നമ്മൾ സൈക്കോളജിയിൽ പ്രതിസ്ഥാപനം എന്നാ പറയട്ടോ. അതായത് നമ്മുടെ ജീവിതത്തിൽ പലതും ആഗ്രഹിക്കും, ചിലതൊക്കെ നടന്നില്ല എന്നും വരും. അങ്ങനെ ആഗ്രഹിച്ച ഒന്നും നടക്കാതിരിക്കുമ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണക്റ്റഡ് അല്ലാത്ത വേറൊന്നായി തീർന്നിട്ട് അതിൽ തൃപ്തി കണ്ടെത്താൻ നോക്കുക. അതിനെയാണ് നമ്മൾ പ്രതിസ്ഥാപനം ചെയ്യുക. വേറൊന്നിനെ പ്രതിസ്ഥാപനം ചെയ്ത് തൃപ്തി കണ്ടെത്താൻ നോക്കുക. ഇവിടെ ഇപ്പം ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിച്ചു, ആയില്ല, അപ്പം നേഴ്സായിട്ട് തൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്താ ഡോക്ടറായാലും നേഴ്സായാലും ഹോസ്പിറ്റലിലൊക്കെ തന്നെ അല്ലേ, രണ്ടും ഒരേ ഫീൽഡ് അല്ലേ എന്നൊക്കെ ആലോചിച്ച് തൃപ്തി നേടുക. അങ്ങനെ അതിനെയാണ് നമ്മൾ സൈക്കോളജിയിൽ പ്രതിസ്ഥാപനം എന്ന് പറയുക. അതൊരു സമായോജന തന്ത്രമാണ്, ഡിഫൻസ് മെക്കാനിസം ആണ്. ഓക്കെ.